ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 B6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, ഫ്രണ്ട് മൺഗാർഡ്, അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ് ഇടയ്ക്ക് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതെന്താ കംപ്ലയിൻറ്റ് നോക്കണം. കോൺസെപ്റ്റ് ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യണം. വാട്ടർ സർവീസ് ഓപ്പണായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്, പക്ഷേ ഇതിൻ്റെ BS6 മോഡലായതുകൊണ്ട് പരമാവധി നമുക്കത് മാക്സിമം ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ മാത്രമൊക്കെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട കേസുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കണം നല്ലത്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വണ്ടിക്ക് കോൺസെപ്റ്റ് സംബന്ധമായിട്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല. വണ്ടിയുടെ ടയർ തീർന്നതാണ് വണ്ടി സൈഡ് പാളൽ കാണിക്കാൻ കാരണം കേട്ടോ. ബാക്ക് ടയർ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്, ബാക്ക് ടയർ കംപ്ലയിൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ടയറും. ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡ് തേമാനം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ രണ്ടും കൂടി വരുമ്പോഴാണ് വണ്ടിക്ക് ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കോൺസെപ്റ്റിന് പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഇല്ല. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചതാണ്. നമുക്കതിൻ്റെ ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമയിലും ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റിൽ നിന്നാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഗിയറിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞ പോലെ ബാക്ക് ടയർ തീർന്നിടക്കണം, എത്രയും പെട്ടെന്ന് മാറ്റണതാണ് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാനാണ്. നിലവിൽ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിന് ശേഷം നല്ല രീതിയിൽ എയർ അടിച്ച് ഒന്ന് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് കിടക്കണം, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡിയൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഓയിൽ സീൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടാം. ബാക്കിയതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ടുണ്ട്, ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മൊത്തം ബോഡി കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ കൈയോടെ അത് മാറ്റിയിടണമാണ് നല്ലത്. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും കൂടിയിട്ട് ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് വണ്ടി എൻജിൻ വാണിങ്ങിൻ്റെ ലൈറ്റ് തെളിഞ്ഞേക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വാണിംഗ് ലൈറ്റ് തെളിഞ്ഞേക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അഴിച്ചിട്ട് അതിൻ്റെ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി നോക്കാം. റിപ്പീറ്റ് ഈ കംപ്ലയിൻറ്റ് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഓക്സിജൻ സെൻസർ അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും. ഏകദേശം നമുക്കൊരു 1000-1500 രൂപ അടുത്ത് നമുക്ക് റേറ്റ് വില വന്ന സംഭവമാണ്. അതായത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് പോകുന്ന പെട്രോൾ കത്തിയതിന് ശേഷം പുറത്തേക്ക് പോകുന്നതിനകത്തുള്ള കറക്റ്റ് ഓക്സിജൻ കണ്ടൻറ്റ് ചെക്ക് ചെയ്തിട്ട് ഇൻഫോം ചെയ്യുന്ന ഒരു സെൻസറാണത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഫാൾട്ടാണ് കാണിക്കണേ. അപ്പോൾ അത് ശരിക്കും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതിന് ശേഷം ഞാനത് വാണിംഗ് ലൈറ്റൊക്കെ കളഞ്ഞു തരാം. റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്കത് വന്നിട്ട് അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും അത് അഴിച്ച് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ് അഡീഷണൽ വരും. തന്നെയല്ല നമുക്ക് അതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 1000-1500 രൂപ താഴെ നമുക്കതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ശരിക്കും അതിൻ്റെ ആ കറക്റ്റ് ഫേസിലേക്കൊക്കെ കാർബൺ വന്ന് നിൽക്കുമ്പോഴും കറക്റ്റ് സെൻസിങ് നടക്കാണ്ട് വരും. അങ്ങനെ വന്നാലും ഈ പ്രോബ്ലം കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ ടയറും ഈ പറഞ്ഞ രീതിക്കുള്ള റൈറ്റ് സൈഡിലെ ടയറിന് തേയ്മാനം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ ഒരു പാളലൊക്കെ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡ് തേയ്മാനം നോർമലാണ്. ഒരല്പം കൂടുതൽ ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരല്പം കൂടുതൽ കാണാറുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇതുമേയും കാണുന്നതുള്ളൂ കേട്ടോ. ടയർ ഇപ്പോൾ മാറ്റിയിട്ടാൽ തന്നെയാണ്. ഇപ്പോൾ 2 ടയർ ഇടാണെങ്കിലാണ് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിരിക്കും. അത് നോക്കിയിട്ട് പറയാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തണമൊന്നുമില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കി ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, ആക്ഷൻ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. ഫ്രണ്ട് മൺഗാർഡ് ഒരു സൈഡിൽ നിന്ന് ഇടിച്ച് ഒരു ചെറിയ തട്ട് കിട്ടിയിട്ട് ചെരിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. അത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്യാനുണ്ട്. പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണത്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ്. 2025 ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടാം. 12.42 വരെ കാണിക്കുന്നുണ്ട്.
ലോഡ് കൊടുക്കുമ്പോഴായാലും നമുക്ക് വലിയ കുറവെന്ന് പറയാനില്ല. 9.57 വരാനുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ ക്ലച്ചിനകത്ത് തന്നെ ഒരു ഓയിൽ സീലുണ്ട്, ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിയിടണം. അത്രയാണ് നമുക്ക് പാർട്സായിട്ട് തന്നെ കേട്ടോ. പിന്നെ ടയറിൻ്റെ കേസ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ടെങ്കിൽ പറയാം, നമുക്ക് MRF തന്നെ നല്ല കമ്പനി വന്ന മോഡൽ ടയർ തന്നെ ചൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്തിടാം. അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ചെയ്ത് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളാം. ഓക്കെ.